കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും CPIM-നെ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് അഹങ്കരിച്ച് നടക്കുമ്പോഴും തൻ്റെ പാർട്ടിക്കുള്ളിലെ തന്നെ മുഖ്യ എതിരാളിയായ, തൻ്റെ ശത്രു എന്ന് തന്നെ മുദ്ര കുത്തി ചാപ്പ കുത്തി അദ്ദേഹത്തിനെ വെച്ചിരുന്ന VS എന്ന രണ്ടക്ഷരം, ആ നേതാവ് ഏറ്റവും വലിയ ജനകീയനായ CPIM-ലെ നേതാവായിരുന്നു എന്ന് പിണറായിക്ക് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എങ്ങനെയും മുഖ്യമന്ത്രിയാകാൻ, അതായത് VS ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയാകാൻ തലങ്ങും വിലങ്ങും ശ്രമങ്ങൾ നടത്തി 2016 അദ്ദേഹത്തിനെ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ഒടുവിൽ കാര്യമാക്കിയത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് തന്നെയാണ് പിണറായി മുന്നോട്ട് പോകുന്നത്. ഇനി ഒരാളും തന്നെയോ തൻ്റെ മരുമകനെയോ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യാൻ ഉണ്ടാകരുത്. പിരപ്പൻകോട് മുരളിയെപ്പോലുള്ള ചെറിയ ചെറിയ പാർട്ടി നേതാക്കളെയൊക്കെ എന്നേ തന്നെ തോണ്ടിയെടുത്ത് പാർട്ടിയുടെ പുറത്തേക്ക് കളഞ്ഞു. എന്നാൽ ഇപ്പോൾ VS-ൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പുതിയ നീക്കങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും സുധാകരൻ പല രീതിയിലുള്ള അണിയൊരുക്കങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, പാർട്ടിയിൽ ഇപ്പോൾ സ്ഥാനമാനങ്ങളൊന്നും അലങ്കരിക്കുന്ന നേതാവല്ല സുധാകരനെങ്കിൽ പോലും CPIM-ലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും മുതിർന്ന പല നേതാക്കൾക്കും സുധാകരൻ വളരെ അഗ്രഗണ്യനായ ഒരു മനുഷ്യൻ തന്നെയാണ്. പാർട്ടിയുടെ നെടുന്തൂണായിരിക്കും. ആലപ്പുഴയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ CPIM നേതാവ് തന്നെയാണ്. MP രാജേഷ് അടക്കമുള്ളവർക്ക് പിണറായി വിജയനോടും മരുമകനോടും കലിയുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. നിരവധിയായ പ്രോജക്റ്റുകളിൽ MP രാജേഷിൻ്റെ പടം ഒഴിവാക്കി മരുമകനായ റിയാസിനെ കുത്തിക്കയറ്റി ആ ഫോട്ടോ പ്രദർശനം ഉൾപ്പെടെ വളരെയധികം ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ മനോഭാവത്തെ ഏറ്റവും ശക്തമായാണ് MP രാജേഷ് എതിർക്കുന്നത്. നമുക്കറിയാം, MP രാജേഷ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിന്നീട് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ്റെ കോർഡിനേറ്റർ കൂടിയായിരുന്നു. നമുക്കറിയാം, മലമ്പുഴ മണ്ഡലത്തെയാണ് VS പ്രതിനിധീകരിച്ചത്. 2001 മുതൽ 4 തവണ. 2001-ൽ 4700 വോട്ടുകൾക്ക് മാത്രമാണ് സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചതെങ്കിൽ 2006-ൽ അത് 20,017 ആക്കുകയും 2011-ൽ ലതിക സുഭാഷിനെ 23,440 വോട്ടുകൾക്ക് തോൽപ്പിക്കുകയും 2016-ൽ അവിടെ കോൺഗ്രസിൻ്റെ VS ജോയ് മത്സരിച്ചിട്ടും മൂന്നാമതേക്ക് കോൺഗ്രസ് തള്ളപ്പെടുകയും 2ാം സ്ഥാനത്തേക്ക് BJP-യുടെ C കൃഷ്ണകുമാറിനെ VS അച്യുതാനന്ദൻ 27,142 വോട്ടുകൾക്ക് തോൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു കണക്ക്. ഇപ്പോൾ A പ്രഭാകരനാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് മണ്ഡലം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം MP രാജേഷ് 2 തവണയാണ് ആകെ MP ആയത്. 2009-ലും 2014. ഈ 2 സാഹചര്യങ്ങളിലും 2011-ലും 2016-ലെയും നിയമസഭാ കോർഡിനേഷൻ MP രാജേഷ് മേൽനോട്ടം നടത്തിക്കൊണ്ടാണ് VS അച്യുതാനന്ദൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ MP രാജേഷിന് കൃത്യമായി ഒരു പാർട്ടി സ്പ്ലിറ്റ്, അതായത് ആഭ്യന്തരപരമായി പാർട്ടിക്കുള്ളിൽ ഒരു സംഘടന രംഗത്തേക്ക് കൊണ്ടുപോകാൻ നീങ്ങുകയാണ്. അത് പ്രത്യക്ഷത്തിൽ പാർട്ടി നേതാക്കളൊന്നും അതിനെ ഗൗനിക്കുന്നില്ലെങ്കിലും രാജേഷ് ഒരു സൈലന്റ് മൂവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.